MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിപ്പുകാരനും സർവോപരി സഹകാരിയുമായ വിജയകൃഷ്ണന് ഭാവനയുടെ ചിറകുയർന്നു എന്ന് പറയാതെ വയ്യ. തന്റെ പാർട്ടി നേതാവ് റോഡിലൂടെ ബസ്സുകൾ ഉരുട്ടിക്കളിക്കുമ്പോൾ താൻ ആകാശത്തിലൂടെ വിമാനങ്ങൾ പറത്തിക്കളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ പുതിയ പദ്ധതി. അതിന് അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്നതാകട്ടെ 200 സഹകരണ സംഘങ്ങളിൽ നിന്നും 2 കോടി രൂപ വീതം ശേഖരിച്ച് 400 കോടി രൂപയുടെ പുതിയ സഹകരണ സ്ഥാപനം സൃഷ്ടിച്ച് അതിലൂടെ സ്വപ്നം സാക്ഷാത്കരിക്കാമെന്നാണ്. സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും കേന്ദ്ര സർക്കാർ GST ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് എത്ര വേണേലും സ്വപ്നം കാണാം. പക്ഷെ അത് കേരളത്തിനെ എങ്ങനെ ആയിരിക്കും ബാധിക്കുക എന്നത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ചരിത്രത്തിന്റെ രേഖകളിൽ കുബേരനാണ് ആദ്യ വിമാന ഉടമ. ലങ്കാധിപനായിരുന്ന കുബേരന്റെ പുഷ്പവിമാനവും ലങ്കയും സഹോദരനായ രാവണൻ തട്ടിയെടുക്കുന്നു. പക്ഷേ പുഷ്പവിമാനം പാട്ടത്തിന് കൊടുക്കുന്ന ഒരു പണിയും കുബേരനുണ്ടായിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശ്രീരാമനായാലും മറ്റ് ദേവതകളായാലും മനസ്സിൽ വിചാരിച്ചാൽ പുഷ്പവിമാനം അവിടെ നിമിഷനേരം കൊണ്ടെത്തുമായിരുന്നു. കേരളത്തിൽ KM വിമാനവുമായി എത്തുന്ന വിജയകൃഷ്ണൻ എത്രമാത്രം ആലോചിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഒരു റാന്നിക്കാരൻ ആരംഭിച്ച എയർ ഏഷ്യാറ്റിക് എന്ന സ്വകാര്യ കമ്പനിയാണ് ആദ്യമായി കേരളത്തിൽ പ്രൈവറ്റ് വിമാന കമ്പനി ആരംഭിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയാണ്. ഒരു 14-കാരനായ വിദേശ മലയാളിയെ അതിൽ പങ്കാളിയാക്കുകയും ചെയ്തു. അതിന്റെ വിഗതികൾ 90കളിൽ നമ്മൾ കണ്ടതാണ്. ഈസ്റ്റ് വെസ്റ്റിന്റെ കഥ അത് മറ്റൊന്നാണെങ്കിലും അത് നമ്മൾ അനുഭവിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായിരുന്നു ജെറ്റ് എയർവേസ്. അതിൻ്റെയും അവസ്ഥ നമ്മളെല്ലാവരും നേരിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു വിജയ് മല്യ. അദ്ദേഹത്തിന്റെ കിങ്ഫിഷറിന്റെ കഥയും നമുക്കറിയാം. ഈ പറഞ്ഞ കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടി അവരുടെ വിമാനങ്ങളെല്ലാം പാട്ടം കൊടുത്തവർ തിരിച്ചു പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇന്ധനമടിച്ച വകയിൽ കമ്പനികൾക്ക് നൽകുവാനുള്ള ബാധ്യതയും സർക്കാരിന് കൊടുത്തു തീർക്കാനുള്ള നികുതി ബാധ്യതയും എന്തിന് വിമാനം വൈകുമ്പോൾ ഹോട്ടലിൽ താമസിപ്പിച്ച വകയിൽ, അതായത് ഈ വിമാന ജീവനക്കാരെയും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെയും താമസിപ്പിച്ച വകയിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള ബാധ്യതകളെല്ലാം ബാക്കി വെച്ചിട്ടാണ് ഇവരെല്ലാം മുങ്ങിയത്. പാട്ടത്തിനെടുത്ത വിമാനമായതുകൊണ്ട് വിമാനം പിടിച്ചു വെച്ച് കാശ് മേടിക്കലൊന്നും നടക്കുകയില്ല. അതെല്ലാം അതിന്റെ ഉടമകൾ തിരികെ എടുത്തോണ്ട് പോവുകയും ചെയ്യും. കാരണം പാട്ടത്തിനെടുത്ത വിമാനം തുടങ്ങിയാലും ഇതൊക്കെ തന്നെയായിരിക്കും ഗതിയെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഇവരെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനം പാട്ടത്തിനെടുക്കുന്നതാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് വിമാനങ്ങളും കപ്പലുകളും പാട്ടത്തിന് കിട്ടാനുണ്ട്. അവിടെയൊക്കെ പാട്ടത്തിന് കിട്ടും, ഏത് വണ്ടി വേണമെങ്കിലും കിട്ടും. വിമാന കമ്പനി തുടങ്ങുന്നതിന് മുഖ്യ ആകർഷണം എയർ ഹോസ്റ്റസുമാരുമായി താളം തട്ടി നടക്കാമെന്ന ചിലരുടെ വ്യാമോഹങ്ങളാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചില പരദൂഷണക്കാർ പറയും. അവരത് പറഞ്ഞോട്ടെ. ഒരു വിമാനത്തിലെ 65 മുതൽ 70% സീറ്റുകളിൽ ആള് നിറഞ്ഞാൽ മാത്രമേ വിമാനത്തിന്റെ ആ യാത്ര നഷ്ടമില്ലാതെ പോവുകയുള്ളൂ. 2 വിമാനം പാട്ടത്തിനെടുക്കാൻ ഇവർ ഈ പറയുന്ന 400 കോടിയുടെ 4 പോലും വേണ്ടിവരില്ല. ഇടുക്കിയിലും വയനാട്ടിലും വിമാനത്താവളങ്ങൾ സൃഷ്ടിച്ച് ലാഭകരമാക്കാമെന്ന ചിന്തയും വേണ്ട. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം വളരെ ലളിതമാണ്. സഹകരണ മേഖലയിലെ താപ്പാനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സഹകരണ മേഖലയ്ക്ക് ഇട്ടൊരു പുതിയ ആപ്പ് കൂടി പണിക്കുക. 200 സഹകരണ ബാങ്കുകളിൽ വിവാഹ ആവശ്യത്തിനും വീട് പണിക്കും ആശുപത്രി ചെലവുകൾക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കുമായി സാധാരണക്കാർ നിക്ഷേപിച്ചിരിക്കുന്ന പണം ഒരു ഉളുപ്പുമില്ലാതെ വിമാന സർവീസ് തുടങ്ങാനെന്നും പറഞ്ഞ് പുതിയ ഒരു സൊസൈറ്റിയിലേക്ക് മാറ്റുക. എന്നിട്ട് കുന്തളിച്ച് നടക്കുക. ഒടുവിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അത് പൊളിഞ്ഞുവെന്ന് വരുത്തി തീർക്കുക. ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം പിൻവലിക്കൽ യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു. വിജയകൃഷ്ണന് അഭികാമ്യമായത് മറ്റൊരു സംഗതിയാണ്. വിജയകൃഷ്ണന്റെ പാർട്ടി പ്രതിനിധി മന്ത്രിയായിരിക്കുന്ന വകുപ്പുമായി ആലോചിച്ച് ഈ പറയുന്ന രീതിയിൽ ഒരു സഹകരണ സംഘം ഉണ്ടാക്കി 400 കോടി രൂപ സംഭരിച്ചാൽ ഏതാണ്ട് 1000 പുതിയ ബസ്സുകൾ വാങ്ങാൻ സാധിക്കും. കോർപ്പറേഷനുമായി ധാരണയുണ്ടാക്കി കിലോമീറ്ററിന് ഒരു തുക നിശ്ചയിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രാ സൗകര്യം ഉണ്ടാക്കുവാൻ KSRTCയെ സഹായിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കും. പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് NH66 പണി ഉടൻ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 6 മുതൽ 7 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുവാൻ സാധിക്കും. വന്ദേ ഭാരതത്തിലെ നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്ക് വെച്ചാൽ ഈ 550 കിലോമീറ്റർ ഒരു ബസ്സിന് ഏറ്റവും കുറഞ്ഞത് ഒരു തവണ പോയി വരാം. 1100 കിലോമീറ്റർ ദൂരത്തിന് 100 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 1,10,000 രൂപ ഒരു ദിവസം ഒരു ബസ്സിന് പിരിവ് കിട്ടും. അതിന്റെ 15%, അതായത് 16,500 രൂപ ബസ് ഉടമയായ സഹകരണ സംഘത്തിന്റെ വീതമായി വാങ്ങിയാൽ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ബസ് വാങ്ങിയ തുക തിരികെ കയ്യിൽ വരും. ഒരു 5 കൊല്ലത്തെ കരാറിൽ ബസ് ഓടിച്ചാൽ ബാക്കി 4 വർഷത്തെയും തുക ലാഭമായി മാറും.
വർഷം തോറും 1000 ബസ്സുകൾ ഇറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. പണ്ട് ഹാജിയാർ ബാങ്കിലെ ക്ലാർക്കിനോട് പറഞ്ഞതാണ് ശരി. നമ്മുടെ കായെ നിങ്ങളുടേതിൽ ഇട്ടാൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ്, നമുക്കും ഇൻട്രസ്റ്റ്. അല്ലാതെ ഒരുപാട് വൈതരണികൾ കടന്ന് വിമാന സർവീസ് തുടങ്ങിക്കഴിയുമ്പോൾ വന്നു ചേരുന്ന പങ്കുപാടുകളൊന്നും വിജയകൃഷ്ണൻ ചിന്തിക്കുന്നത് പോലെയുള്ളതല്ല. ഒരു സഹകാരി എന്ന നിലയിൽ MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായി നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ശരിയാണ്. വിമാന സർവീസിന്റെ ഗതി അതായിരിക്കില്ലെന്ന മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കുക. വേറൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കൊക്കിൽ ഒതുങ്ങാതെ മറ്റൊന്നും കൊത്തരുത്. കൊത്തിലൊന്ന് ഒതുങ്ങുന്നതേ കൊത്താവും. ഈ മേഖലയിലെ ഭീമന്മാർ കാണിക്കുന്നത് കണ്ട് അവരോടൊപ്പം വിലസാമെന്ന് കരുതി പാവപ്പെട്ടവൻ സ്വരൂപിച്ചിരിക്കുന്ന പണമല്ല, അങ്ങനെ അവരുടെ പൈസ എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി അർമാദിക്കാമെന്ന് കരുതിയാൽ അത് വിഡ്ഢിത്തരമാണ്. സഹകരണ മേഖലയിൽ അത്രമാത്രം തെമ്മാടിത്തരങ്ങളാണ് ഇപ്പോഴൊക്കെ മുൻപ് നടന്നിട്ടുള്ളത്, ഇപ്പോൾ നടക്കുന്നത്. പലരും ആത്മഹത്യ ചെയ്തു, മറ്റു പലരും അത് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ്. സാധാരണക്കാരൻ പണിയെടുത്ത് കൂടെ നിൽക്കുന്ന സുഹൃത്ത് ബോർഡ് മെമ്പർ ആണല്ലോ എന്ന് കരുതി നിക്ഷേപിക്കുന്ന പണവും ചെറിയ രീതിയിൽ കൂടിയ പലിശ ലഭിക്കുമെന്ന പ്രതീക്ഷയുമൊക്കെയാണ് സഹകരണ ബാങ്കിൽ തന്നെ ആളുകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് സഹകരണ ബാങ്കിൽ ഇടുന്ന പണം സോഡാക്കുപ്പിക്കകത്ത് ഗോലി ഇട്ടതുപോലെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇട്ടവർ വിചാരിച്ചാൽ പോലും തിരികെ എടുക്കാൻ പറ്റില്ല. അത് ചോദിക്കാനും പറയാനും ഇവിടെ കൊള്ളാവുന്ന ഒരുത്തനും ഇല്ലാതാനും. ലിജു മന്ത്രിയായി വന്നപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിജയകൃഷ്ണന്റെ പ്രസ്താവന കണ്ടപ്പോൾ പശുവിന്റെ പുറകെ കിടാവ് എന്നതുപോലെ ഇതിനു മുമ്പിരുന്ന മന്ത്രിമാരുടെ അതേ രീതി പിന്തുടരാനാണ് ലിജുവിന്റെയും നീക്കമെന്ന് മനസ്സിലായി. നിങ്ങൾക്കൊന്നും വരുന്ന കുഴപ്പമില്ലേ? സാധാരണക്കാരൻ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണം അടിച്ചു മാറ്റുന്നതിന് യാതൊരു അറപ്പുമില്ലേ? വിമാനമെന്നും കപ്പലമെന്നും ഒക്കെ പറഞ്ഞ് ഓരോരോ പുതിയ പദ്ധതിയുമായി ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങും. വിശ്വമണ്ഡന്മാരായ മലയാളികൾ കൂടുതലൊന്നും ആലോചിക്കാതെ അതിൽ ചെന്ന് വീഴുകയും ചെയ്യും. വീണ് കഴിഞ്ഞ് കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങും. എന്തായാലും ഈ വിഷയത്തിൽ മലയാളികൾ കുറച്ച് ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. പല സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം പിൻവലിക്കാനുള്ള നോട്ടീസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയും ഒരുപാട് സഹകരണ സംഘങ്ങൾ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴും.